Hello everyone, welcome back to my channel Sadhana Movies Reaction. So guys, today I'm going to react on climax scene of Hriday movie. But if you came here for the first time, hi, I'm Sadhana. I do reaction here on movie scenes. If you're interested watching this kind of video, please do consider subscribing. Also follow me on Instagram, link will be in description box. But for now, let's start. Oh. What happened? രാത്രി 10:30 മണിയോടെ നെറ്റിക്ക് ലേബർ പെയിൻ തുടങ്ങി. 11 മണിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പം തൊട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പ് നഴ്സ് വന്ന് എന്നെ ചോദിച്ചു. പിന്നെ ഒരു കുഞ്ഞു സാധനത്തിന് എൻ്റെ ഉള്ളം കയ്യിലൊന്ന് വെച്ചു. ആൺകുട്ടിയാ. I've become a father. എനിക്ക് ആദ്യം പഠിക്കാൻ തോന്നിയത് തന്നെയാണ്. എനിക്ക് സംസാരിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. कुछ तो गड़बड़ भी हो गई. वाओ. അരുണ് കുട്ടി ജനിച്ചു. നിന്റെ എക്സ് ബോയ് ഫ്രണ്ട്സ് ആയിരുന്നു കുട്ടിയായി. നമ്മളിനി എപ്പോഴാണ് കല്യാണക്കാരൻ സംസാരിക്കുന്നത്? നീയല്ലേ പറഞ്ഞ കുഞ്ഞിനെ കാണുമ്പോൾ വിളിക്കാൻ തോന്നുന്ന പേര് നമുക്കിടാന്ന്. എന്താ വിളിക്കുക? ഞാൻ വിളിക്കുന്ന പേര് നിനക്ക് ഇഷ്ടമായില്ല. നമ്മുടെ കുഞ്ഞാടാ, നിനക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. Oh, Selva. 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 Oh my god, this moment is so much emotional. Selvaran. Selva Nitya Arun. Oh, wow. Thank you. बेबी वाले सारे सामान आ गए घर पे. वाओ. കുഞ്ഞെന്തോ കുറെ സമയം കരച്ചിൽ നിർത്താതെ ഞാൻ തന്നെ നോക്കട്ടെ നോക്കട്ടെ. ഇപ്പൊ കുഞ്ഞു കരയുന്നില്ലല്ലോ. ആ, ഇപ്പഴാ കുഞ്ഞു കരയാൻ തുടങ്ങി. മതി 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 മതി, കുഞ്ഞിനെങ്കിൽ തന്നെ. ഓ, കുഞ്ഞിന് ഫോമില് കൊടുക്കാൻ പറ്റില്ല. അമ്മയുടെ പാല് തന്നെ കൊടുക്കണം. വരെ കൊച്ചിനെ പട്ടിണി കിടാൻ പറ്റുമോ? കൊച്ചു കുഞ്ഞിനെ ഡയപ്പർ ഇടിക്കുന്ന എന്തിനാ? റബ്ബർ ഷീറ്റ് കിടത്താൻ പറ. റബ്ബർ ഷീറ്റ് കിടത്തിയാലേ നമ്മൾ എത്ര തവണ ക്ലീൻ ചെയ്യും? എന്താ അവര് Oh, भाई साहब. പ്ലാസ്റ്റിക് ബോട്ടിലാണോ മോളെ പാല് കൊടുക്കുന്നത്? ഇതൊക്കെ ഭയങ്കര മോശമാണ്. അമ്മ അത് സാധാ പ്ലാസ്റ്റിക് അല്ല, BPA ഫ്രീ ആണ്. പ്ലാസ്റ്റിക് എല്ലാം പ്ലാസ്റ്റിക് ആണ്. കുഞ്ഞിന് രാവിലെ വെയിൽ വിളിക്കാത്തെന്താ? അതിന് വൈറ്റമിൻ ഡി കിട്ടണ്ടേ? എന്നാലേ രാത്രി നിങ്ങൾ വന്ന് കൊച്ചിൻ്റെ കൂടെ കിടക്ക്. ഇവിടെ കുഞ്ഞ് വരുന്നിട്ടേ മനുഷ്യൻ ഉറങ്ങാൻ പറ്റണ്ടേ? അതിന് പാല് കിട്ടണ്ടേ? अबे यार. എന്റെ മോളെ നന്നായിട്ട് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളായ കരയും. അത് ഭൂമിയിൽ എവിടെയായാലും അങ്ങനെ തന്നെ. ആ പെണ്ണിന് എന്തൊരു ദേഷ്യടാ. നിനക്ക് അടക്കം ഒതുക്കുള്ളൂ ഒന്നും കേട്ടില്ലേ പ്രേമിക്കാൻ. നിന്റെ കട്ടയും കൂടെ മടങ്ങും, അത് ഉറപ്പാ. ഞാനിപ്പോൾ എന്താ ചെയ്യാ? ഞാൻ 3 മാസം ലീവ് എടുത്തിട്ടുണ്ട്. അവളുടെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ആ, നിനക്ക് വേണേ നമുക്കും വേണ്ട. നീയൊക്കെ ഇപ്പോഴല്ലേ അച്ഛനാണ്. നീല കണ്ടോ? ഇനി ഒരു നിമിഷം ഞങ്ങളോട് നിൽക്കുക തന്നെയാ. നീ എന്ത് പൂരം കാണാൻ നിൽക്കുക? പോയി ബാക്കി പോയി ബാക്കി ചെയ്തോ. എന്തൊരു ആക്ടിങ്. സിനിമയിൽ എത്തേണ്ടതാ.
കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ അച്ഛനും അമ്മയച്ഛനും പറയുന്നത് ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്നുള്ള പാഠം ഞാൻ അന്ന് തന്നെ പഠിച്ചു. എന്തൊക്കെ വെള്ളം ഉണ്ടാക്കിയാലും വീട്ടിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ നമ്മുടെ ഇടപാട് തീരും. ഇപ്പൊ പോയി മേടിച്ചു പോയിട്ട് എത്ര നേരമായി വീട്ടിലോട്ട് വരണ്ടേ? ബട്ടനൊക്കെ പ്ലീസ് കുറച്ച് അമൃതാഞ്ജനം എടുക്കട്ടെ. ഞാൻ ഫോണിനെ എടുത്തിട്ട് എന്നോടാ നീ പറയണ? ഹലോ, ഉറങ്ങിയായിരുന്നോ? കുഴപ്പമില്ല, പറ. ഞാനൊരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? എന്താ? ഞാനൊരു കല്യാണമൊക്കെ കഴിച്ച് ഫാമിലി ലൈഫൊക്കെ തുടങ്ങുന്നതിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. വളരെ നല്ല അഭിപ്രായമാണ്. ഒട്ടും വഹിക്കണ്ട, പെട്ടെന്ന് വഹിക്കണ്ട. Oh, with family. വെൽക്കം ബാക്ക് ടു മദ്രാസ്. Thank you. How's it going? How are you? ബുദ്ധിമുട്ടായി. ഓ കുഴപ്പമില്ല. വൻകരച്ചിലാണല്ലോ. ചെന്നൈയിൽ വന്ന മലയാളി പിള്ളേരൊക്കെ ഒരു രക്ഷയില്ല. മലയാളി വെയിറ്റ് ലിസ്റ്റ് വന്നിട്ട് ഫീറ്റ് വേണം. അയ്യോ, കണ്ടിട്ടില്ല. जब ये जा रहे थे उस टाइम पे. ദർശൻ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ദർശനം ഇപ്പൊ കൊട്ടിഭാഗത്തിൽ 1.5 കോടിയുടെ ഫ്ലാറ്റ് കിടക്കുന്ന സെറ്റ് ആണ്. അവർക്ക് അവിടെ നിന്നാണ് ഇത്രയും കാശ്? എടാ അവളുടെ വീഡിയോസിന് എന്താ റീച്ച്, നല്ല ഫാൻസും ഫോളോവേഴ്സും ഉണ്ട്. പിന്നെ കൊളാബറേഷൻസിനൊക്കെ നല്ല പേയ്മെന്റും കിട്ടും. ഒരു കോടീശ്വരിയെ ഞാൻ മിസ് ചെയ്തല്ലേ. Oh. ഐ ലവ് യു ബേബി. എന്താടാ ഒന്നുമില്ല. എന്താടാ ഇന്ന് ഹോട്ടലിലേക്ക് പോയി? അല്ലടാ നിങ്ങൾ ചെല്ലേ. അപ്പൊ നീ അത് നേരത്തെ എടുക്കേണ്ടതല്ലേ? എല്ലാം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ രാവിലെ തന്നെ ഫുൾ ഓണാണല്ലോ. നീയെ പറ്റി Just now. നിന്നെ കണ്ടിട്ട് പോകാന്ന് വെച്ച് കയറിയതാ. ദർശന, ഹായ്. It's so nice to finally meet you. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. I mean, I'm a huge fan. ആ രാജസ്ഥാനിലെടുത്ത ആ വീഡിയോ അടിപൊളിയായിരുന്നു. And what you've managed to do for yourself in just 6-7 years is amazing. എന്ത് രസമായിരുന്നു നിങ്ങൾ പഞ്ചാബിൽ പോയി ഷൂട്ട് ചെയ്തത്. Still she is thinking the same. അയ്യോടാ. ഓ ഇത് ക്യൂട്ടാണ്. He actually looks a bit like Arun, no? Oh. He's crying. നീ ഒന്ന് എടുക്കോ പ്ലീസ്. ജസ്റ്റ് ഇതാടാ. What's wrong with Darshana? It's over already. അരുൺ, നീ കഴിച്ചോ? Oh, jealousy. Wow. അമ്മ അമ്മ ഇഡ്ഡലി തന്നെ ഉപ്മാ ഇഷ്ടമാണ്. അത് കൊടുക്കും. നിനക്ക് ഉപ്മാവ് ഇഷ്ടമാണോ? ആ, ഭയങ്കര ഇഷ്ടം. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉപ്പ ഇഷ്ടമാണെന്ന് ആരെങ്കിലും പറഞ്ഞോട് നടക്കും. മാവ് എങ്ങനെയുണ്ട്? കൊള്ളാം.
अरे भाई मजा आ गया यार. ദർശന എനിക്കൊന്ന് സംസാരിക്കണം. പാലവാക്ക ബീച്ചിലേക്ക് വാ. ദർശ प्रॉब्लम. डोंट गो, डोंट गो, डोंट गो. मत जाओ. अरे അരുൺ, ഇത് എങ്ങോട്ടാ? झूठ मत बोलना. ഫ്രണ്ട്സൊക്കെ അപ്പുറത്തെ ഹോട്ടലിൽ പാർട്ടി നടത്തുന്നുണ്ട്. പോയിട്ട് വേഗം വരാം. He lied again. ദർശന വിളിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരട്ടെ. This is the right way. പോയിട്ട് വേഗം വാ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ആലോചിക്കായിരുന്നു എനിക്ക് ഈ കല്യാണം വേണോ വേണ്ടേന്ന്. കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഫ്രീഡം പോവോ? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അമ്മ അച്ഛനെ ഇപ്പോൾ നോക്കുന്ന പോലെ എനിക്ക് നോക്കാൻ പറ്റുമോ? എൻ്റെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ വേറൊരാളുടെ കൺട്രോൾ ഉണ്ടാവുമോ? സോ മെനി തിങ്സ് ഓൺ മൈ മൈൻഡ്. ദെൻ ഐ വാസ് തിങ്കിങ്, ഋഷാഖ് ഒരു നല്ല പയ്യനാണ്. ഞാൻ കുറേ വഴക്കുണ്ടാക്കും. But he gets it. He's so understanding. കുറേ കാര്യങ്ങൾ ഞാൻ വെറുതെ ആലോചിച്ചുണ്ടാക്കുന്നതാണല്ലേ. കുറേ അരുൺ, നമ്മുടെ കോളേജ് ഫസ്റ്റ് ഇയറിൽ ഞാൻ നിൻ്റെ അടുത്ത് ക്ഷമിച്ചിരുന്നെങ്കിൽ Oh, നമ്മളിപ്പോഴും ഒരുമിച്ചുണ്ടാവുമായിരുന്നു. she is still thinking the same. അന്ന് സ്റ്റേഷനിൽ നീ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. And do you have an answer now? Yes. എൻ്റെ മോൻ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന 2 പേരെയും നോക്കിക്കൊണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടാവില്ലേ ലൈഫിൽ? ഇറ്റ് വാസ് എ മൊമെന്റ് ലൈക്ക് ദാറ്റ്. നിന്റെ ലൈഫിലും അങ്ങനെ ഒരു സമയം വരും, എങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത് നീ നിർത്തും. നിനക്ക് മനസ്സിലാവും, ദിസ് ഇസ് ഇറ്റ്, ഇനി ഇതാണ്. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. But I see so many marriages just falling apart. നിന്റെ ലൈഫിൽ ഉണ്ടായ പോലെയൊന്നും എൻ്റെ ലൈഫിൽ നടന്നില്ലെങ്കിലും നടന്നില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. നാളെ നിന്റെ കല്യാണം അടി. കൂടുതൽ ചിന്തിക്കാതെ സമാധാനമായിട്ട് പോയി Finally, it's done. I was getting scared for nothing. അരുൺ, അങ്ങനെയാണെങ്കിൽ ഈ തറയപ്പാക്കത്തെ മെത്രയുടെ ഒരു കടയില്ലേ, അവിടെ നിറച്ച് സാധനം മേടിച്ചോട്ടെ. മേടിച്ചോ, എന്തായാലും സമയമുണ്ടല്ലോ. എന്താടാ? അണ്ണാ
நான் யூ டர்ன் பண்ணுங்க. சரிங்க சார். എന്നിട്ട് ഞാൻ ഒന്ന് കോളേജിൽ കയറട്ടെ. എന്തായാലും സമയമുണ്ടല്ലോ. നീ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വാ. അണ്ണാ നിങ്ങൾ എന്നെ വെളിയിലേ വിട്ടണേ. ഓക്കെ സാർ. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. ബൈ പറ ബൈ പപ്പ. Oh. KC Tech. Oh. Wow. Secret alley. I'm Jasleen. याद आया? Your senior, Darshana jumping over the wall. Oh. Yeah. Oh my God. How come you're here? I had many people get out of this college. I got stuck here. I'm teaching. Seriously? Yeah. Ishwara. Ishwara. So, Where are, who else is here from our college days? who else? There are mainly 4 factors: effect of temperature, effect of grain size, effect of heat, and താടിയൊക്കെ വന്നല്ലോടാ ഇറക്ക. മിസ്സിന് നല്ലവെന്ന പോലെ. നരപ്പിച്ചാടാ ഒരു ലുക്ക് കിട്ടാൻ. Oh. ദർശനയുടെ കല്യാണത്തിന് വന്നത് തിരിച്ചു വന്ന വഴി. മിസ്ഡ് സ്പെഷ്യൽ ക്ലാസ്. മിസ് എനിക്ക് സീക്രട്ട് ആലയുടെ ചാവി ഒന്ന് തരാൻ പറ്റുമോ? അറിയാലോ അരുൺ, ഫൈനൽ ഇയറിന്റെ ഫൈനൽ ഡേയിലാണ് നമ്മളത് കൊടുക്കുക. പ്രിൻസിപ്പലിന്റെ റൂള്. ഐ മീൻ നോ പൊസിഷൻ ടു ചേഞ്ച് ഇറ്റ്. സോറി. ഇറ്റ്സ് ഓക്കെ. Wow. Oh. വിജയേട്ടാ സുഖമായിരിക്കുന്നു? നീ എന്നെ വരിക്കപ്പാരെന്ന് വിളിച്ചാൽ മതിയടാ. നീ വന്നു ഞാൻ അറിഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ വൈസ് പ്രിൻസിപ്പളിൻ്റെ സ്റ്റാഫാ. പണ്ട് എന്നെ തല്ലിയത് നിന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. എന്താ എൻ്റെ പേര്? ആൻറ്റോ. ആ അതെ. അവനിപ്പോൾ ഇവിടെ? അവനിപ്പോൾ അമേരിക്കയിൽ. ആ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. ശരി. ആ കീർത്തി മിസ് എനിക്കൊരു സാധനം തരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. Oh. പെട്ടെന്ന് തിരിച്ചേൽപ്പിച്ചേക്കണേ. ആ താങ്ക് യു വിജയേട്ടാ. Wow. Oh my God. What is this emotion? I cannot even explain. Oh. Wow. Whoa. നിന്റെ കോളേജ് കാണാൻ അടിപൊളിയാണല്ലോ. നീ എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന? നീ നിന്റെ മുടി ഒന്ന് അഴിച്ചിടും. നിന്റെ വല്ല നട്ട് ലൂസായ? ഒന്ന് അഴിച്ചിടേ പ്ലീസ്. നിന്റെ പപ്പിക്ക് വട്ടാണ്. എന്താണ് മറ്റേ
എന്താടാ വാ, വാ. എന്താ എന്താ അങ്ങോട്ട് പോകണോ വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാം വാ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം Wow. They will show what Arun wrote there. Thank you for making me who I am. Wow. सो गाइज जैसे कि मैंने ये पूरी हृदय मूवी आज फिनिश कर दी है एंड दिस मूवी वॉज रियली अ इमोशन आई वॉज अबाउट टू क्राई लाइक दैट काइंड ऑफ फीलिंग आई एम गेटिंग बट स्टिल आई वॉज फीलिंग लाइक आई एम लाइकिंग दैट like it was not sad moment but I'm liking that but that was a memory like how he was going to Secret Alley, how he went to his college back and he was thinking like whatever is happening, and before that like Darshana and Darshana's marriage, like everyone moved on in their life. This movie was a message like ki how life started and how it will go no matter what. Okay, you have to live. ओके कुछ भी हो लाइफ में ऐसा नहीं होता, लाइफ आगे चलती है और जो होता है अच्छे के लिए होता है. दैट इज़ वॉट दिस मूवी वॉन्ट टू टेल अस कि वट एवर विल हैपन फॉर अ रीजन एंड इट विल बी गुड फॉर यू. ओके सो दिस इज़ वट हैपन विद अरुण, विद दर्शना, विद एवरी वन. इवन देयर फ्रेंड्स ग्रुप आर ऑलरेडी इन टच, लाइक दे ऑल आर इन टच. दैट इज़ द वेरी ग्रेट ब्लेसिंग फॉर एनी वन who will be in touch with their friends and all. But yeah, I just love this movie. Yes, true, this movie was purely an emotion. This is not like a masala movie or a very twisted and turned story, but this is a feel good movie. And yes, this movie was emotional but in a different way. Like whatever they wanted to show, that delivered it like right on our plate. Like we don't have to use our brain, we just have to see and feel. And just yeah, this movie was a feel good movie. I just love this movie and I don't know how many times I will tell. And Malayalam movie stories are the best stories till now. Whatever movies I have seen now, like Malayalam movies, I don't think so any movie can beat Malayalam cinema. Malayalam cinema is something else. Like these movies are like we can feel, or there will be twists and turns, like different kind of movies they will make. But in every movie you will be like, wow, what a masterpiece it is. Like till now I have seen so many movies. Okay, every time I was like awestruck. Every time I was like, what a masterpiece I've seen. And this was definitely a masterpiece from my side. Definitely a masterpiece. Awesome movie. Like I cannot put this movie in words. Okay, this movie was like that. But yeah, it was awesome watching this movie. And what about you? Did you like my reaction? Comment down below. If you like this video, give it a thumbs up, subscribe my channel. I will see you super soon in another movie. You have to suggest which Malayalam movie I have to react on now. So comment down below, and yeah, I will see you super soon in another movie. Till then, bye bye.